ബാക്ക് ടു ഓൾ PSC എക്സാം ടിപ്സ്. 10th ലെവൽ മെയിൻ എക്സാമിൻ്റെ സിലബസ് കേരള PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു സിലബസിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഈ സിലബസിൽ പറയുന്നത്, അതാണ് നമ്മളിവിടെ ഒന്ന് പരിശോധിക്കാൻ പോകുന്നത്. നമുക്കറിയാം 10th ലെവലിൻ്റെ പ്രിലിം എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട പരീക്ഷകളാണ് സെക്രട്ടേറിയറ്റ്, OA തുടങ്ങിയ പരീക്ഷകൾ. അപ്പോൾ ആ പരീക്ഷകളുടെ ഒക്കെ മെയിൻ എക്സാമിൻ്റെ സിലബസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിലബസ് നമ്മുടെ മുന്നിൽ ലഭിച്ചു കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി LDCക്കൊക്കെ വേണ്ടി പഠിച്ച ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിലബസ് വളരെ സിമ്പിളാണ്. കാരണം LDCയുടെ സെയിം സിലബസ് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, അത് മനസ്സിലേക്ക് ഒന്ന് പതിപ്പിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് നല്ല മാർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്തെല്ലാമാണ് ഈ ഒരു സിലബസിൽ പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. 10th ലെവൽ മെയിൻ എക്സാമിൻ്റെ സിലബസാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അതിൽ ചരിത്രം എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് 5 മാർക്കിനുള്ള ചോദ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിശാസ്ത്രത്തിൽ നിന്ന് 5 മാർക്കാണ്. അതുപോലെ ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ്, അതിൽ നിന്ന് 5 മാർക്കാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് 5 മാർക്ക്. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങൾ എന്ന മേഖലയിൽ നിന്ന് 5 മാർക്ക്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എന്ന മേഖലയിൽ നിന്ന് 6 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഭൗതിക ശാസ്ത്രം എന്ന മേഖലയിൽ നിന്ന് 3 മാർക്കിനും രസതന്ത്രത്തിൽ നിന്ന് 3 മാർക്ക്. കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്നീ മേഖലയിൽ നിന്ന് 5 മാർക്കിനുള്ള ചോദ്യമാണ് ഇവിടെ പറയുന്നത്. ഇനി കമ്പ്യൂട്ടർ, അടിസ്ഥാന വിവരങ്ങൾ എന്ന മേഖലയിൽ നിന്ന് 3 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. 20 മാർക്കിന് കറണ്ട് അഫയേഴ്സ്, അതായത് ആനുകാലിക വിഷയങ്ങൾ. മാത്സ് ആ ഒരു മേഖലയിൽ നിന്ന് 10 മാർക്ക്. പിന്നെ ജനറൽ ഇംഗ്ലീഷ് മേഖലയിൽ നിന്ന് 10 മാർക്കിനുള്ള ചോദ്യമാണ് പറയുന്നത്. അതേപോലെ മലയാളം എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് പ്രാദേശിക ഭാഷ മലയാളം, കന്നഡ, തമിഴ്, നമ്മൾ ഏത് ഭാഷയാണ് അവിടെ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് 10 മാർക്കിനുള്ള ചോദ്യമാണ് ചോദിക്കുക. അങ്ങനെ മൊത്തം ഈ ഒരു പരീക്ഷയ്ക്ക് 100 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ LDCയുടെ സെയിം സിലബസ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതേ സിലബസ് തന്നെയാണ് ഇനി അങ്ങോട്ട് വരുന്ന പല പരീക്ഷയ്ക്കും ഉണ്ടാകുക. പ്രത്യേകിച്ച് നമുക്ക് ASMൻ്റെ പരീക്ഷയിലൊക്കെ തന്നെ ഇപ്പോൾ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു സിലബസ് തന്നെയാണ് അവിടെയും നൽകിയിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇതങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 2025 പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകളും നമുക്ക് ഒറ്റ പഠനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സെക്രട്ടേറിയറ്റ്, OA പോലുള്ള പരീക്ഷകൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു സൈറ്റിൽ കയറി നോക്കിയാൽ, കേരള PSCയുടെ സൈറ്റിൽ കയറി നോക്കിയാൽ ഇപ്പോൾ തന്നെ 10,200-ലധികം വാക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കുറേ വേക്കൻസി നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ഈ ഒരു പരീക്ഷ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി LDC ഒക്കെ പഠിച്ച ഒരാളാണെങ്കിൽ നല്ല രീതിയിൽ ആ പഠിച്ച നോട്ടുകൾ തന്നെ വീണ്ടും വീണ്ടും നിങ്ങളൊന്ന് പഠിച്ച് ഒന്ന് നല്ല രീതിയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് അത് പതിപ്പിക്കുക. ഒപ്പം കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം LDC പരീക്ഷ എഴുതിയിട്ട് അതൊരു പാടായി തോന്നിയ ഒരാളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏത് മേഖലയാണ് വീക്കായിട്ട് വന്നത്. ഇപ്പോൾ ചിലർക്ക് ഇംഗ്ലീഷിന് മാർക്ക് കിട്ടാത്തതുണ്ടാവും, ചിലർക്ക് ചിലപ്പോൾ മലയാളത്തിന് മാർക്ക് കിട്ടാത്തതുണ്ടാവും, ചിലർക്ക് ചിലപ്പം കറണ്ട് അഫയേഴ്സിന് മാർക്ക് കിട്ടാത്തതുണ്ടാവും, ചിലർക്ക് ചിലപ്പം മറ്റേതെങ്കിലും സബ്ജക്റ്റൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സബ്ജക്റ്റുകൾ നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ നല്ല മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഒരു സ്വയം തോന്നലുണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ എന്താണ്, ആ ഒരു നെഗറ്റീവൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സിലബസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ പഠിക്കാവുന്നതാണ്. ഇതിൻ്റെ ഓരോ സിലബസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ PDF കേരള PSCയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഒപ്പം നമ്മുടെ ടെലഗ്രാം ചാനലിലും ഈ ഒരു PDF ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾറെഡി LDCയുടെ സെയിം സിലബസ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താനുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യോഗം നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും. ഇതൊരു സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും പേടിച്ച് നിൽക്കരുത്. എല്ലാവരും നമ്മളെപ്പോലെ തന്നെയാണ്. ആരാണോ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുന്നത് അവർക്കായിരിക്കും റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വരിക. ചിലപ്പോൾ നേരത്തെ ഒട്ടും മാർക്ക് കിട്ടാത്തവനായിരിക്കും അടുത്ത റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ ഒന്നാമതെത്തുക. കാരണം അവൻ അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവൻ ആ 1ാം റാങ്കിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവുക. ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകളൊന്നും കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇത് കിട്ടില്ല എന്നൊരു തോന്നലോടുകൂടി പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് കിട്ടും എന്ന വിശ്വാസത്തോടു കൂടി തന്നെ പഠിച്ചാൽ തീർച്ചയായിട്ടും ഇത് സ്റ്റേറ്റ് ലെവൽ എക്സാം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക് അടിസ്ഥാനമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ ഈ ഒരു സിലബസ് പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ PDF കേരള PSCയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മറ്റ് പരീക്ഷകളുടെ സിലബസും കേരള PSCയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോഴും ഈ പറയുന്ന സൈറ്റ് വിസിറ്റ് ചെയ്തുകൊണ്ട് അതൊക്കെ ഒന്ന് നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള പരീക്ഷയുടെ സിലബസൊക്കെ എടുത്തൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു സിലബസിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.